ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും വ്ളോഗും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം കണ്ടന്റ് ക്ഷാമം വളരെ രൂക്ഷമാണ്. അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വ്ളോഗ്, ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഹേർട്ടായൊരു ഡേ ആയിരുന്നു ഇന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ഉറക്കം നീച്ച് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഫോണെടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പൈതലിനെ അതിൻ്റെ വീട്ടിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസാണ്. അപ്പോൾ തന്നെ എൻ്റെ പകുതി മൂട് പോയി ഇന്നത്തെ. പിന്നെ ഞാനത് വിട്ട് ഉച്ച പിന്നെ നോക്കുമ്പോൾ ന്യൂസ് നോക്കുമ്പോൾ മലപ്പുറം മഞ്ചേരിയിൽ, അതായത് നമ്മുടെ നാട് തൊട്ടടുത്ത്, ഒരു കുട്ടീനെ കൊന്നിട്ട് അമ്മ തൂങ്ങി മരിച്ചു എന്നുള്ളൊരു ന്യൂസും കണ്ട്. അപ്പം എനിക്കിങ്ങനെ തോന്നി, എന്തൊരു സമൂഹമാണല്ലോ, എന്തൊരു ക്രൂരതയാണല്ലോ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇത് സമകാലിക പ്രസക്തി ആർജിച്ചൊരു വിഷയമാണ്. അത് എന്തുകൊണ്ടും സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനത്തെ ഓരോ ഇതിനെതിരെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കിങ്ങനെ തോന്നി. എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നി. അപ്പോൾ അതിനാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ കൊല്ലണത് കുട്ടികളെ? എന്തിനാണ് ഈ ഒരു എന്തിൻ്റെ പേരിലാണ്? ഞാൻ ഈ ഒരു 2 ഇൻസിഡൻറ്റിനെ ഇതാക്കി പറയല്ല കേട്ടോ. ഇതിലേറ്റവും ഇതിൻ്റെ ചോദിച്ചിനെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ കുഞ്ഞു പൈതങ്ങളെ പല കുടുംബ പ്രശ്നങ്ങളിലേക്കും വലിച്ചേക്കുന്നത്? അത്രക്കും തരം താഴ്ന്ന ഒരു ഇതാണിത്, പ്രവണതയാണ്. അത്രയും ക്രൂര മനസ്സുള്ള ഒരു ജനങ്ങളുടെ ഇടയിലാണ്, സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്. സ്വന്തം 10 മാസം നൊന്ത് പറ്റിയ ഒരു കുട്ടീനെ സ്വന്തം തള്ള കൊന്നു, എന്നിട്ട് കെട്ടിത്തൂങ്ങി ചത്തു. ആർക്ക് വേണ്ടി? ഓൾക്ക് പോയി, ഏതായാലും മരിച്ചു പോയി. പക്ഷേ ഈ കുഞ്ഞു പൈതൽ എന്തറിഞ്ഞു? ആ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഈ പൈതൽ അറിയണ, വെറുതെ അതിനെ കൊന്നു. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കൊല്ലാനാണെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കണം. ഇങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ കൊന്ന് ക്രൂരമായിട്ട് നിഷ്ഠൂരമായിട്ട് കൊല്ലാനാണെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കണോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. വെറുതെ ഇമാതിരി തെണ്ടിത്തരൊക്കെ നടക്കണ എവിടെ അറിയോ? സാക്ഷരത കേരളത്തിൽ നമ്മളിങ്ങനെ പറയാലോ, നോർത്തിൽ ഇത് നടന്നു, മറ്റോടത്ത് ഇത് നടന്നു, ഇത് നടന്നു. ഇതൊക്കെ നടക്കണ നമ്മളെ കാലിൻ്റെ ചുവട്ടിൽ കേരളത്തിൽ ഇത്രയും ആളുകൾ പഠിച്ച് വളർന്ന സാക്ഷരതയുള്ള ബുദ്ധി വിവേകമുള്ള കേരളത്തിലത് നടക്കണേ. അതാലോചിക്കണം ഫസ്റ്റ്. എന്തേ ഐ എം വെരി ഷെയിമുണ്ട്. മനുഷ്യന്മാരല്ലേ, മൃഗങ്ങളോട് പോലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധമുള്ളൊരു സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളായിട്ട് പോലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. സ്വന്തം മൃഗങ്ങൾ അവരുടെ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുഞ്ഞു പൈതങ്ങളൊക്കെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് കാണുമ്പോൾ നമ്മളൊക്കെ അസൂയപ്പെടും. നമ്മൾ ഈ ഒരു കുട്ടീനെ, വെറുതെ ഒരു ജീവനെ കൊല്ലുക, മനുഷ്യജീവനെ. ഇത്രയും ബുദ്ധി വിവേകമല്ല നമ്മൾ. മൃഗങ്ങളെയൊക്കെ കണ്ട് പഠിക്കണം. നമ്മൾ മൃഗങ്ങളോട് താരതമ്യം ചെയ്യാതെ മൃഗങ്ങളെ കണ്ടു പഠിക്കുക. അവരെങ്ങനെയാണ് അവരുടെ കുട്ടികളെ, അവരുടെ പൈതങ്ങളെ എങ്ങനെ കെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു പഠിക്കണം. എന്താണ് ഇവിടെ നടക്കുന്നത്? സ്വന്തം എന്തെങ്കിലും കുടുംബ വഴക്കോ മറ്റോ മറിച്ചോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇവരെ ഇൻവോൾവ് ചെയ്ത് ഇവരുടെ കുട്ടികളുടെ ജീവനുകൾ ഇല്ലാതാക്കണ ഒരു കാലഘട്ടം. വൈ? ഐ ഡോണ്ട് നോ. ഈ ഒരു വ്ളോഗ് കൊണ്ട് എനിക്ക് ഒരു മെസ്സേജ് തരാമല്ലോ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. എങ്ങനെയും കുഞ്ഞുങ്ങളെ ഒന്നും ഈ ഒരു കുടുംബ വഴക്കിലേക്കോ അല്ലെങ്കിൽ സ്വന്തമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കോ വലിച്ചേക്കാതെ അത് എങ്ങനെയൊക്കെ സൗമ്യമായിട്ട് പരിഹരിക്കുക. കുടുംബ വഴക്കും മറ്റും മറിച്ചൊക്കെ അങ്ങനത്തെ പരിഹരിച്ച് ഈ കുഞ്ഞുങ്ങളൊന്നും ഇതിലേക്ക് ഇൻവോൾവ് ആക്കുക. ഇനി ഇൻവോൾവ് ആക്കണം തോന്നുകയാണെങ്കിൽ തന്നെ കുട്ടികളെ ഏതെങ്കിലും ഒരു നല്ല കെയർ ചെയ്യാൻ പറ്റിയ ഒരാളെ ഏൽപ്പിച്ചിട്ട് സ്വന്തം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആത്മഹത്യ ചെയ്തോളൂ, നോ പ്രോബ്ലം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ. കുട്ടികളതിലേക്ക് വലിച്ചേക്കാതെ, പൈതങ്ങളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാതെ ഒരു നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. എങ്ങനെയൊക്കെ സേവ് ചിൽഡ്രൻസ് ലൈഫ്. വളർന്നു വരുന്ന തലമുറകളാണ്. അവരെ ഈ മുളയിലെ നുള്ളിക്കളയുന്ന മാതിരി അവരെന്തിനാണ് വെറുതെ അവരുടെ ആ ഒരു കാലഘട്ടത്തെ ഇല്ലാതാക്കുന്നത്, അവരുടെ ഒരു നല്ല ജീവിതത്തെ ഇല്ലാതാക്കുന്നത്? ആ ചിരികൾ കണ്ടാൽ നമ്മൾ ആ ഒരു കുഞ്ഞു മുഖം, പൈതൃകമായ മുഖം കണ്ടാൽ ആ ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? എത്രയോ ക്രൂര ഹൃദയത്തിനുടമകളായിട്ടുള്ള ഒരാളായിട്ടല്ലേ എങ്ങനെ ചെയ്യണത്?
അതിൻ്റെ മുഖം കണ്ടാൽ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയും. ആ ഒരു കുട്ടിത്തമാർന്ന മുഖങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയുന്നില്ല. ഐ ഡോണ്ട് നോ. ബട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുടുംബ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൗമ്യമായിട്ട് പരിഹരിച്ചിട്ട് അത് അങ്ങനെ തീർക്കുക. നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോവുക. എത്രയോ ആളുകളുണ്ട് വെറുതെ ഈ കുഞ്ഞുങ്ങളൊന്നും ഇതിൽ വലിച്ചെടുക്കാതെ അവരുടെ ഭാവിയും അവരുടെ ജീവനും ഇല്ലാതാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വത്ത് തർക്കം മറ്റേ മറിച്ച് എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ, അതൊക്കെ ഇല്ലാതാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ.